നമസ്കാരമുണ്ട്. ഇത് ഒരു 3 ബേസ് മോട്ടോർ ചെക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് ടെസ്റ്റ് ബെഡ് എന്നാണ് ഇതിൻ്റെ പേര്. റോട്ടറി കമ്പനിയുടെയാണ്. ഇത് ഏതാണ്ട് 160 ആംബിയർ വരെ ഉള്ള മോട്ടർ, 3 ബേസ് മോട്ടർ മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. മെഗർ വാല്യൂ എല്ലാം എടുത്തതിന് ശേഷം നമുക്കിത് 160 ആംബിയർ വരെ ഉള്ള 3 ബേസ് മോട്ടറുകൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ആദ്യമായിട്ട് ചെയ്യേണ്ട മോട്ടറെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മോട്ടർ ഫിക്സ് ചെയ്യാനുള്ള ഒരു ബെഡുണ്ട്. അവിടെ മോട്ടർ വെച്ചതിന് ശേഷം ഈ സോക്കറ്റ്, ഇൻഡസ്ട്രി സോക്കറ്റിലോട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇത് പല ആംബിയറിലുള്ള സോക്കറ്റുകളുണ്ട്. ഇതാണ് മോട്ടർ വെക്കേണ്ട ബെഡ്. അവിടെ മോട്ടർ വെച്ചിട്ട് അതിൻ്റെ കണക്ഷൻ നേരെ ഇൻഡസ്ട്രിയൽ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യും. 160 ആംബിയർ വരെയുള്ള പലതരം ഇൻഡസ്ട്രിയൽ പിന്ന് കിട്ടും. അതേ കണക്ട് ചെയ്തിട്ട് നേരെ ആഡ് ചെയ്യും. എന്നിട്ടത് ഇത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത്, ഇത് ഓഫ് ചെയ്യുന്ന 50 വോൾട്ട് കൊടുത്താൽ 3 ബേസ് 50 വോൾട്ട്, സിംഗിൾ ബേസ് അല്ല. പിന്നെ അത് 110 ടാപ്പ് ചേഞ്ച് ചെയ്യും. പിന്നെ ഈ സ്വിച്ചിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത സ്വിച്ച് പോകണം. അടുത്ത സ്വിച്ച് 240 ഇട്ട് കഴിഞ്ഞ് 240 വരെ ആവും. അത് കഴിഞ്ഞ് 415. പിന്നെയും ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പക്ഷേ 415 വരെ നമുക്ക് മതി. അങ്ങനെ വെച്ച് ഓടിച്ച് കഴിയുമ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് സ്ലോവിലി ഇൻക്രീസ് ആകാൻ നമുക്ക് കാണാം. പിന്നെ വലത് സൈഡിലുള്ള സോക്കറ്റ് ഉണ്ടല്ലോ, 160 ആംബിയറുള്ള സോക്കറ്റ് സെലക്ട് ചെയ്യുന്ന സെലക്ടർ സ്വിച്ചാണിത്. ഇത് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ സപ്ലൈ ഔട്ടിൽ ഈ സോക്കറ്റുകൾ കിട്ടത്തുള്ളൂ. അതിനനുസരിച്ച് മോട്ടറിന് സപ്ലൈ കിട്ടും, മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് 3 ബേസ് മോട്ടോർ ടെസ്റ്റ് ബെഡാണിത്. ഇതിൻ്റെ പേര് റോട്ടറി കമ്പനിയുടെയാണ്. ഇതാണ് ആ സെലക്ടർ സ്വിച്ച്. ഇത് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വെളിയിലുള്ള ഓരോ സോക്കറ്റിലേക്ക് സപ്ലൈ കിട്ടത്തുള്ളൂ. ഇത് പവർ ഓൺ ആക്കി, ഇത് വോൾട്ടേജും അറിയാൻ പറ്റും. ഇതാണ് വോൾട്ടേജ്. ആ സെലക്ടർ സ്വിച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് അറിയാൻ പറ്റും. ഇത് പവർ ഓൺ ആണെങ്കിൽ 3 ഇൻഡിക്കേറ്റർ കത്തുകയും ചെയ്യും. അതിനപ്പുറം നമുക്ക് ഔട്ടിലുള്ള സോക്കറ്റിൻ്റെ സെലക്ടർ സ്വിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ സപ്ലൈ ഔട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് പവർ ഓൺ ഓഫ് സ്വിച്ച്. ഇത് രണ്ടും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഓഫ് വിടാൻ പറ്റും. ഓരോ ടാപ്പ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മോട്ടറിലുള്ള വോൾട്ടേജ് കൂടി മോട്ടറിൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. മൂന്ന് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ ഓൺ ആണെന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം വർക്ക്. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആവും.